ഈ ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട മനു എന്ന കുട്ടി 7 വയസ്സുള്ള കുട്ടി 28-ാം തീയതിയാണ് നമ്മുടെ ജനറൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്ക് വരുന്നത്. ശനിയാഴ്ച എൻ്റെ ഒ പി ദിവസം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കുട്ടി കാഷ്വാലിറ്റിയിൽ വന്നത്. അപ്പം അന്നത്തെ ഓൺ കോൾ ഞാനായതുകൊണ്ട് കാഷ്വാലിറ്റി ഡോക്ടർ എന്നെ വിളിച്ച് ഈ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞത് തലേന്ന് വീണ് ആ കുട്ടി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ വീണു, അതിൻ്റെ ഭാഗമായിട്ട് കയ്യിൽ നീരുണ്ട്, വേദനയുണ്ടെന്ന് പറഞ്ഞു. ഒരു എക്സ്റേ എടുപ്പിച്ചു. ഡോക്ടർക്കൊരു സംശയകരമായ പൊട്ടലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ എക്സ്റേ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തരുന്നത്. അപ്പം അയച്ചപ്പോൾ അതിൻ്റെ പ്രകടമായ പൊട്ടലൊന്നും തോന്നിയില്ല, പക്ഷേ ഒരു കുഞ്ഞാണ്, നീരുണ്ട്, വേദനയുണ്ട്. അപ്പം നമുക്ക് കുട്ടികളുടെ അസ്ഥിയുടെ കേസിൽ എല്ലാ പൊട്ടലും പ്രകടമായിട്ട് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയണം നിർബന്ധമില്ല. കാരണം കുട്ടികളുടെ അസ്ഥി പച്ചക്കുമ്പോൾ ചതഞ്ഞിരിക്കത്തുള്ളൂ, ഒടിഞ്ഞു മാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുൻകരുതൽ നിനക്ക് എപ്പോഴും ഒരു പ്ലാസ്റ്റർ, എൻ്റെ കേസിൽ ഞാൻ പ്ലാസ്റ്റർ ഇടാൻ പറയാറുണ്ട്. അപ്പം പ്ലാസ്റ്റർ ഇട്ടു. അതിനുശേഷം അടുത്ത എൻ്റെ ഒ പി ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച എന്നെ ഒ പി കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞിരുന്നു. അപ്പം കുഞ്ഞന്ന് അച്ഛൻ്റെ കൂടെ ഒരു 9:30 ആയപ്പോഴത്തേനും ഒ പിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ പരിശോധിച്ചു. പ്രകടമായിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒന്നും കുഞ്ഞന്നേരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റർ അടിച്ച് നോക്കാനുള്ളൊരു ആവശ്യത എനിക്കൊന്നും തോന്നിയില്ല. നമുക്ക് പ്ലാസ്റ്റർ അടിച്ച് നോക്കാനുള്ള ചില പ്രത്യേക സൂചനകളുണ്ട്. പ്ലാസ്റ്റർ അപ്പം സ്ലാബ് അപ്പം നമ്മളതിനെ ഒരു അഴിച്ച് നോക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു കമ്പാർട്ട്മെന്റ് സിൻഡ്രോം, അതായത് നമ്മൾ വിരൽ നിവർത്തുമ്പോൾ പ്രകടമായൊരു നീരും വേദനയും അല്ലെങ്കിൽ അസഹനീയമായ വേദന, കൈയുടെ രക്തോട്ടത്തിന് ക്ഷതം ഉണ്ടാകാനുള്ള സാധ്യത, ഞരമ്പുകൾക്ക് പരിക്കുണ്ടാവാൻ ചാൻസ്, ഒരു വൈകല്യത്തോടു കൂടിയുള്ള ഒടിവ് അല്ലെങ്കിൽ ഒരു മുറിവോട് കൂടിയുള്ള ഒടിവ്, ഓപ്പൺ ഫ്രാക്ചർ, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് അന്നേരം തന്നെ തുറന്ന് നോക്കേണ്ട ഒരു സൂചനയായിട്ട്. പക്ഷേ ഇതൊന്നും കുഞ്ഞിന് അന്നേരം ഇല്ലായിരുന്നു. ഞാൻ കുഞ്ഞിനെ അച്ഛനെ സമാശ്വസിപ്പിച്ചു. നമുക്ക് എന്തായാലും പ്ലാസ്റ്റർ ഇട്ടതല്ലേ, ഒരാഴ്ച കൂടെ പ്ലാസ്റ്റർ തുടരാം, നിങ്ങൾ അടുത്ത ചൊവ്വാഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ ഒ പി കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പിന്നെ വേദനക്കുള്ള മരുന്ന് എഴുതി കൊടുത്തു. അവർ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ എനിക്കൊരു കോൾ വരുന്നത് ഞായറാഴ്ച ഒരു വൈകുന്നേരത്തോടെയോ കാഷ്വൽ ഡോക്ടറിനെ വിളിക്കുന്നു. ഇതേ കുട്ടി, ഞാൻ കണ്ടൊരു പേഷ്യൻറ്റ് ഒ പിയിൽ വന്നിട്ടുണ്ട്, കുഞ്ഞിന് കൈക്ക് നല്ല വേദനയുണ്ട്, പഴുപ്പുണ്ടെന്ന് അവർ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പ്ലാസ്റ്റർ അഴിച്ച് നോക്കൂ, അവർ ബുദ്ധിമുട്ട് പറയുന്നില്ലെന്ന് പറഞ്ഞു. പ്ലാസ്റ്റർ അഴിച്ചപ്പം അവിടെ നീരുണ്ട്, പഴുപ്പിന് അംശമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇതൊരു അണുബാധയുടെ സൂചനയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ ഇപ്പോൾ പരിമിതിയുണ്ട്, കാരണം നമ്മുടെ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല. അതുകൊണ്ട് പേഷ്യൻ്റെല്ലാം കോന്നിക്ക ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ കൊടുത്തു. അവരപ്പം നമുക്ക് കോട്ടയത്തേക്ക് വിടാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് നിലവിൽ, രാത്രി ആയതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ അവരെ കോട്ടയത്തേക്ക് റെഫർ ചെയ്തു. അവർ പക്ഷേ സന്തോഷപ്രകാരമാണെന്ന് തോന്നുന്നു ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലേക്കാണ് പോയത്. അവിടുന്ന് അവരുടെ തുടർ ചികിത്സ എന്താ ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഈ അലിഗേഷൻസ് വന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് നമ്മളിവിടെ ഇപ്പം നിലവിലിരിക്കുന്നത്. ഒരാഴ്ച വന്നാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ശരിക്കും നമ്മൾ ആദ്യമേ ഈ സ്ലാബ് ഇടുമ്പോൾ ആക്ച്വലി കുട്ടിക്ക് കൈ പരിക്കുണ്ടായിരുന്നോ വേറെ എന്തെങ്കിലും പ്രശ്നം? ഞാൻ പറയാം, നീരും നമ്മുടെ ഒരു വീഴ്ചയ്ക്ക് ശേഷം നീരും വേദന എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. ഒന്നൊരു ചതവ് അല്ലെങ്കിൽ പൊട്ടൽ. അതാണ് ഞാൻ പറയും. നമുക്ക് കുഞ്ഞുങ്ങളുടെ കേസിൽ ഒരിക്കലും ഇനിഷ്യൽ എക്സ്റേയിൽ നമുക്ക് ഒടിഞ്ഞ് മാറിയിരുന്നപ്പോൾ സാധാരണക്കാരൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കുഞ്ഞുങ്ങളുടെ കേസിൽ നമ്മളവിടെ നീരുണ്ടോ വേദനയുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഞെക്കുമ്പോൾ വേദന, കുഞ്ഞ് കൈ വലിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടലുണ്ടെന്ന് നമ്മൾ പറയുക. എക്സ്റേയിൽ എപ്പോഴും അത് പ്രകടമായിട്ട് കാണുന്ന യാതൊരു നിർബന്ധവും ഇല്ല. ചൊവ്വാഴ്ച പേഷ്യൻ്റ് കയ്യിൽ ഒന്നുമില്ലെന്ന് വെച്ചാൽ മനസ്സിലായില്ല ഒരിക്കലും. കാരണം നമ്മൾ പേഷ്യൻ്റ് പ്ലാസ്റ്ററിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ തം സ്പൈക്ക സ്ലാബ്, അതായത് തള്ളവരനോട് ചേർത്ത് തള്ളവരൻ്റെ അവിടെ ആയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ അതും കൂടെ ചേർത്ത്, നമ്മുടെ തള്ളവരനാണ് അന്ന് നീരുവേദന ഉണ്ടായത് കുഞ്ഞ് വന്നപ്പം. അപ്പോൾ നമ്മൾ ഞെക്കുമ്പോൾ വേദന ഉണ്ടായത് നമ്മുടെ തള്ളവരൻ്റെ പരിക്കായിരിക്കാം അല്ലെങ്കിൽ ചതവോ പൊട്ടലോ ആയിരിക്കാം എന്ന രീതിയിലാണ് നമ്മളവിടെ അതുകൂടെ ചേർത്ത്. നമ്മൾ യൂഷ്വലി നമ്മൾ പലതരത്തിലുള്ള പ്ലാസ്റ്റർ, നമ്മൾ ബിലോ എൽബോ, അതായത് നമ്മുടെ വിരലുകൾ ഫ്രീ ആയിട്ടിരിക്കുന്ന പ്ലാസ്റ്റർ, ഇത് നമ്മുടെ തള്ളവരലിൻ്റെ പരിക്കാൻ സംശയിക്കുന്നത് നമ്മുടെ തള്ളവരൻ കൂടെ ചേർത്ത് അതും കൂടെ അനക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്ലാസ്റ്റർ ഇടുന്നത്. അത് തം സ്പൈക്ക സ്ലാബ് എന്ന് പറയും. അതാണ് കുഞ്ഞിനിട്ടിൽ. മനസ്സിലായില്ല. നമുക്ക് ചതവുണ്ടെങ്കിൽ മുറിവുള്ളപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവാം. ചതവുണ്ട് ഹെമറ്റോം, അതായത് ഒരു മുറിവുണ്ടാകുമ്പോൾ ഒബ്വിയസ് നമ്മുടെ ത്വക്കിന് പുറത്തോ ഉള്ളിലോ രക്തക്കെട്ടുണ്ടാവും. ആ രക്തക്കെട്ട് എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു പല്ല് തേക്കുമ്പോൾ ലക്ഷക്കണക്കിന് അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കലരുന്നുണ്ട്. അപ്പോൾ ആ അണുക്കൾ നമ്മുടെ ഈ പറഞ്ഞ അസ്ഥിയിലേക്ക് പോവാം അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന അണുബാധയെ അല്ലെങ്കിൽ ഈ അണുക്കളെ നമ്മുടെ
ഇമ്മ്യൂണിറ്റി പവറാണ് പൊതുവെ ചവിട്ടി പിടിക്കുക. പക്ഷേ കുഞ്ഞുങ്ങളുടെ കേസിൽ, പ്രായമുള്ള ആളുകളുടെ കേസിൽ പൊതുവെ ഡയബറ്റിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്ന ആളുകളുടെ കേസിലൊക്കെ പ്രതിരോധശേഷി പൊതുവെ കുറവായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിലും പ്രായമുള്ള ആളുകളുടെ കേസിലും. അപ്പോൾ അവർക്കൊരു ഹെമറ്റോമ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ രക്തക്കെട്ട്. ഹെമറ്റോമ നമുക്കൊരു വീട്ടിൽ അടി കിട്ടുകയാണെങ്കിൽ അവിടെ തിണർത്ത് വരും, അല്ലെങ്കിൽ ഒരു മുട്ടിടിച്ച് വീഴുമ്പോൾ മുട്ടിനുള്ളിൽ നീരുണ്ട്. ആ നീരെന്ന് പറയുന്നത് നമ്മൾ ഹെമറ്റോമ എന്ന് വെച്ചാൽ രക്തക്കെട്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ചയാണ് എന്നെ പിന്നെ അവർ കാഷ്വാലിറ്റി എന്ന് വിളിക്കുന്നത്. ഞായറാഴ്ച, അതായത് ചൊവ്വാഴ്ച. അതായത് എനിക്കൊന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം വീഴുന്നു, ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് കാഷ്വാലിറ്റി കാണിക്കുന്നു, ചൊവ്വാഴ്ച എന്നെ പേഴ്സണലി അവർ OP കാണുന്നു. പിന്നെ വന്ന് ഞായറാഴ്ച നമുക്ക് അലിഗേഷൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാലോ. ഞാൻ എന്റെ ക്ലിനിക്കൽ സ്കില്ലിലും എന്റെ സർജിക്കൽ സ്കില്ലിലും വിശ്വസിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുണ്ടാവും ഞാൻ ഒരിക്കലും പ്രതി. കാരണം 7 വയസ്സുള്ള കുട്ടി തന്നെയാണ് എനിക്കും ഉള്ളത്. അപ്പം എന്റെ വീട്ടിലാളെ ചികിത്സിക്കുന്ന അതേ കെയർ കൊടുത്തത് ഞാൻ എന്റെ നെഞ്ചത്തെ കൈവച്ച് ഞാൻ പറയും. കാരണം നമ്മുടെ ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാവാം. ഇവർക്ക് ഡ്യൂട്ടി പോന്നില്ലാണ്, OP മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വന്ന് കണ്ട കേസ് അങ്ങനെ പറയാൻ പറ്റും. ഞാൻ വന്ന് കണ്ടാലും ഈ പറഞ്ഞ മുറിവ് ചിലപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി നിർബന്ധമില്ല, ഞാൻ പ്ലാസ്റ്റർ ഇടാൻ തന്നെ പറയത്തുള്ളൂ. കാരണം കാഷ്വാലിറ്റി കണ്ട ഡോക്ടറുടെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല, എന്റെ ഭാഗത്ത് വന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കരുത്. അവരുടെ സ്കില്ലിലും പ്രത്യേകിച്ച് വിഷ്ണു ഡോക്ടർ എനിക്ക് വളരെ വിശ്വാസമുള്ളത്. കാരണം പുള്ളിനാണ് ഈ പ്ലാസ്റ്റർ ഇട്ടത്. അപ്പോൾ എനിക്ക് ആ വിശ്വാസമുള്ള ഡോക്ടറാണ് പുള്ളി. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഓക്കെ, ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞ് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ വരുന്നൊരു പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നതിനേക്കാളും പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കോട്ടയത്തെ പോയി നിൽക്കത്തുള്ളൂ. അപ്പം നമ്മളൊരു മാനുഷിക പരിഗണന വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുക, ഇവിടെ വരുന്നൊരു പേഷ്യൻറ്റ് എൻ്റെ പരിമിതികൾക്കുള്ള, ഈ ആശുപത്രിയുടെ പരിമിതികൾക്കൊന്നും ചെയ്യാൻ കഴിയുന്ന എല്ലാ ചികിത്സയും ഞാൻ എൻ്റെ പേഷ്യൻ്റ് ചെയ്തു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാം. എനിക്ക് എന്റെ സ്കില്ലിലും എന്റെ സർജിക്കൽ സ്കില്ലിന്റെ ക്ലിനിക്കൽ സ്കില്ലിലും എന്റെ പേഷ്യന്റ് കെയറിലും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ പറയാം, ഇവരെന്നെ വിളിച്ച് നമുക്ക് ഡോക്ടർ ഞാൻ പറയട്ടെ, ഇപ്പൊ കോന്നി ആയതുകൊണ്ടാണ് പ്രശ്നം. പുള്ളിക്കാരൻ ഇവർക്ക് അവിടെ ഡ്യൂട്ടി. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നത്, അതായത് ഇപ്പം നമുക്ക് നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയുന്ന ചില കേസുകളുണ്ട്. തുറന്ന പൊട്ടലുകൾ, അത് ഓപ്പൺ ഫ്രാക്ചർ, നമ്മുടെ ഫ്രാക്ചർ ഒടിഞ്ഞ് പുറത്ത് വന്ന് അന്തരീക്ഷമായിട്ട് കോൺടാക്ട് വന്ന് ഓപ്പൺ ഫ്രാക്ചർ നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യാറില്ല. 2 ഞരമ്പുകൾക്കോ രക്തക്കൾക്കോ ക്ഷതം ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫ്രാക്ചർ, അരക്കൂടിന്റെ പൊട്ടലുകൾ, നട്ടലിന്റെ പൊട്ടലുകൾ, തുടയസ്ഥിട, ലോങ് ബോൺ ഫ്രാക്ചർ, ഇതൊന്നും നമ്മളിവിടെ എടുക്കും. കാരണം നമുക്ക് അത്തരം കേസുകൾ ഞാൻ പേഴ്സണലി വന്ന് കണ്ടതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ എൻ്റെ സീനിയർ ഡോക്ടേഴ്സ് അവർ വന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമ്മളത് ഇവിടെ എടുക്കൂ. കാരണം നമുക്ക് അത്തരം കേസുകൾ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട കേസുകളാണ്. ആ സൗകര്യം നമുക്ക് ICU ഇല്ല, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല, ഒന്നിടത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. ഇപ്പം നമ്മൾ കോട്ടയത്തേക്ക് പോകേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് ഒരു ചികിത്സ